വന്ന സോണിയുടെ ഒരു 32 ഇഞ്ച് ടി വി ആണ് 32R302E. ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. ഇത് നേരത്തെ ഉള്ള ഒരു നല്ല മോഡൽ ടി വി ആണിത്. അഡാപ്റ്ററുള്ള മോഡലാണ്, അഡാപ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മുടെ കേരളത്തിലെ ഒരു റിമോട്ട് വേണുള്ള സൗണ്ട്. ഓണായി. ഇതുകൊണ്ട് ഇത് മുഴുവൻ ഫംഗസാണ്, പൂപ്പൽ പിടിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ഈ എഡ്ജിൽ കൂടെ എല്ലാം പൂപ്പലാണ്. കേരളത്തിലെ ഒരു കണ്ടോ ഓഫായി. ഇവിടെ നോക്കും, ഇവിടെ റെഡ് പച്ച മിന്നുന്നു. വീണ്ടും ഓണാവും, സോണിയിൽ നിന്ന് ഓണാവും, സോണിയിൽ നിന്ന് ഓണായി. വീണ്ടും പച്ച മിന്നും, വീണ്ടും ഓണാവും. എന്ന് നോക്കട്ടെ, കാണാം. വീണ്ടും ഓണായി, സോണിയിൽ നിന്ന് വന്നു. ആ സമയത്ത് ഇവിടെ പച്ച മിന്നുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പച്ച കെട്ടുപോയി, വീണ്ടും റെഡ് വന്നു. അങ്ങനെ റെഡ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇത് ഈ കംപ്ലൈൻറ്റ് വരുന്നതിന് നമ്മുടെ ഒരു കാലാവസ്ഥയുടെയൊക്കെ ഒരു പ്രധാന ഘടകമുണ്ട്. ഇത് കണ്ടോ, ഇത് ചേർത്തൊന്ന് കാണിച്ചത്. ഇത് കണ്ടോ, ഇത് മുഴുവൻ ഫംഗസാണ്. ഈ സൈഡ് മൊത്തം സെറ്റ് ഫംഗസ് അടിച്ചിരിക്കുക. കാരണം നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ ഡിസംബർ പകുതിയായി, മഞ്ഞ് വരേണ്ട സമയത്ത് വരെ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് ഈ സെറ്റ് ഒന്ന് തുറക്കാം. ഇതിലധികം സ്ക്രൂ ഒന്നുമില്ല, ഈസിയായിട്ട് തുറക്കാവുന്ന പോലെയാണ്. അധികം സ്ക്രൂ ഒന്നുമേ സോണി ഇടാത്തതിൻ്റെ കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മൊത്തം ലോക്ക് സിസ്റ്റമാണ്. അപ്പം ലോക്ക് എടുത്ത് വേണം കഴിക്കാൻ. ബലമൊക്കെ പിടിച്ചാൽ പണി കിട്ടും. എല്ലാം കൂടെ ഒടിഞ്ഞു പറഞ്ഞു പോകും. എല്ലാ സ്ക്രൂ എടുത്തെന്ന് മനസ്സിലായിട്ട് ലോക്ക് ഓപ്പൺ വെച്ച് ലോക്ക് എടുത്താൽ മതി. അപ്പോൾ ലോക്ക് എല്ലാം എടുത്ത് തുറന്നു. സോണിയുടെ പാക്കിങ്, കവറിൻ്റെ ക്വാളിറ്റി, ഇതൊന്നും വേറെ ഒരു ടി വിയിലും ലോകത്തിൽ ഇതുവരെ അയച്ചിട്ടേ ഇല്ലാത്ത ടി വിയാണ്. കംപ്ലീറ്റ് മീഡിയാടെക്കിൻ്റെ മദർ ബോർഡാണ്. മീഡിയാടെക്ക് അറിയാമല്ലോ, വിവോയും അല്ല ഒത്തിരി മൊബൈൽ ഫോണുകൾക്കൊക്കെ ബോർഡ് ചെയ്യുന്ന മീഡിയാടെക്ക് ഫേമസ് കമ്പനിയാണ്. ഇപ്പോൾ ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന വിവോയുടെ ഫോണിലാണ്. ആ ഫോൺ വരെ മീഡിയാടെക്കിൻ്റെ ബോർഡാണ് അതിനകത്ത് വരെ യൂസ് ചെയ്തിരിക്കുന്നത്. ബോയിയുടെ പാനലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാം. കെയർഫുള്ളായിട്ട് അഴിച്ചെടുത്താൽ നമുക്ക് തിരിച്ച് അത് പൊട്ടിക്കാൻ പറ്റും. ഒരു പ്രൊട്ടക്ഷനായിട്ട് പാനലിൻ്റെ അവിടെ വെച്ചിരിക്കുന്നതാണത്. ഒരു ഷീൽഡിംഗ് ആണ്. നമ്മുടെ ചാനലിൽ കാണുന്ന പലരും ചില പതുക്കെ എല്ലാം ഒന്ന് ഡീറ്റെയിലായിട്ട് കാണാവുന്ന പോലെ സ്ലോ ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥന പലരും പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി സ്ലോ ആയിട്ട് ചെയ്തേക്കുന്നത്, ഡീറ്റെയിൽഡായിട്ട് കാണിച്ചേക്കുന്നത്. അത് പലർക്കും മനസ്സിലാകാതെ വരും.
മനസ്സിലായി പറ്റുന്നവർ ചെയ്യുക. ഇപ്പോൾ ബോർഡ് ഫുള്ള് റിലീസാക്കി അത് നമ്മൾ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞാൽ സ്പീക്കർ എടുത്ത് മാറ്റണം. സ്പീക്കർ 2 റബ്ബറിനകത്താണ് കിടക്കുന്നത്. സ്പീക്കർ എടുത്ത് മാറ്റണം. പിന്നെ ഈ വയറ് ഫ്രണ്ടിലേക്ക് ആണ് പോകുന്നത്. ഫ്രണ്ടിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, മറ്റേ സെൻസറിനല്ല ഉള്ളത്, അത് വിടണം. പിന്നെ സ്പീക്കറും മാറ്റണം. സ്പീക്കർ ഇതിൻ്റെ സ്പീക്കർ 8 ഓംസ് 8 വാട്ട്സ് ആണ്. മലേഷ്യയുടെ സ്പീക്കറാണ്. അതും നമ്മൾ മാറ്റി വെക്കുന്നു. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു 2 തകിടുണ്ട്, അതായത് നമ്മൾ ഈ സ്റ്റാൻഡൊക്കെ നിർത്താനും ഒക്കെയുള്ള തകിട്, അത് നമ്മൾ അഴിച്ചെടുക്കണം. ഇനി ഫ്രണ്ടിലത്തെ ഇതിലേക്ക് കണക്ഷൻ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ മാത്രം ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് നീളം കുറഞ്ഞൊരു വൈറ്റ് സ്ക്രൂ ആണ്. അത് നമ്മളവിടെ മാറ്റി വെച്ചു. ബാക്കി എല്ലാം ഓക്കെയാണ്. അതാണ് പാനലിരിക്കുന്നു. ഇനി ഫ്രണ്ടിലത്തെ ലോക്ക് അഴിച്ച് ഫ്രണ്ട് കവർ മാറ്റിയാൽ മാത്രം മതി. ഇത് നമുക്ക് ലോക്ക് സിസ്റ്റമാണ്. ഈ ലോക്ക് വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ, അല്ലെ പാനൽ പൊട്ടിപ്പോകും. പാനലുമായിട്ട് വളരെ അടുത്താണ് അത് നിൽക്കുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ വേണം എടുത്ത് പോകാൻ, പ്രത്യേകിച്ച് കോണറൊക്കെ എടുക്കുമ്പോൾ. സോണിയുടെ ആയതുകൊണ്ട് അങ്ങനെ ലോക്കൊന്നും അങ്ങനെ പൊട്ടാറില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. ഇടുമ്പോഴും അതുപോലെ ശ്രദ്ധിക്കണം, എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഇല്ല, എൻ്റെ ഫ്രണ്ടിലത്തെ ഇത് മാറ്റി. ഇനി മെയിനായിട്ട് ഇവിടെ പാനൽ ഇവിടുന്ന് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്ത് വെക്കണം. പ്ലാസ്റ്റിക് 2 ലോക്കാണ്, അത് റിലീസ് ചെയ്ത് വെക്കണം. പിന്നെ വളരെ ശ്രദ്ധിച്ച് ഇതിനൊരു ലോക്കുണ്ട്, ആ 2 സ്ക്രൂവും കൂടെ അഴിച്ചെടുക്കണം. ഈ 3 സ്ക്രൂവും ചില വ്യത്യസ്തമായ സ്ക്രൂ ആണ്. മുമ്പേ അഴിച്ച സ്ക്രൂ ഇതും. അത് നീളം കൂടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് തകിടെടുത്ത് മാറ്റി. പിന്നെ ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ നൈഫ് എടുത്ത് എന്നാലത് ഇതൊരു ലോക്കാണ്. ഇത് കറക്റ്റായിട്ട് എടുക്കണം. ഇതുണ്ട്, സർജിക്കൽ നൈഫ് വെച്ച് അത് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള ലോക്കുണ്ട്, അത് നമ്മൾ കറക്റ്റ് കൊടുക്കണം. അത് പാനലിലോട്ട് നേരിട്ട് കിടക്കുന്ന സാധനമാണ്, ശ്രദ്ധക്കുറവൊന്നും നോക്കില്ല. അത് പശ നല്ലപോലെ കട്ടായെങ്കിൽ മാത്രമേ ആ സാധനം പൊങ്ങി വരുള്ളൂ. ട്യൂസർ വെച്ച് നോക്കാം. അത് ഈസി ആയിട്ട് പൊങ്ങി പോകണ്ട, മറ്റേ ആ സൈഡിൽ ഈസി ആയിട്ട് പൊങ്ങി പോകുന്നു.
ഈ സൈഡ് അങ്ങനെ പോകുന്നില്ലെങ്കിൽ ഇച്ചിരി അതെ ഈ വർഷങ്ങളായിട്ട് ഇരിക്കുന്നല്ലേ ലോക്ക് ചെയ്യുന്ന അത് വളരെ ഈസി ആയിട്ട് പോരേണ്ടതാണ്. പശ അവിടെ പിടിച്ചിട്ടുണ്ട്. പോന്നു. അവസാനം അടിച്ച് കെട്ടി എടുത്തു. ഇതുണ്ട്, ഇതിനകത്തൊരു ഒരു കറുത്ത സാധനം ഒട്ടിച്ചിട്ടുണ്ടോ ഒരു പശ. ആ പശ താഴെ ഇരിക്കുന്നിടത്തോട്ടോ സൈഡിലോട്ടോ എവിടെയെങ്കിലും മുട്ടിയിട്ടുണ്ടോ? ഇതുണ്ടോ പാനെല്ലാം അവിടെ ഇരിക്കുന്നത്. സാധനം പൊട്ടിയപ്പോൾ കയ്യിലിരുന്ന് വെച്ചാൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ പൈസ പോകാതിരിക്കുള്ളൂ. അപ്പോൾ അത് തിരിച്ചു വിടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ പാനൽ അഴിച്ച് മാറ്റി വെക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ അഴിച്ചു, 3 ലോക്കും എടുത്തു. ഇത് ഈ പാനൽ പുതിയ മോഡൽ പാനലാണ്. ഇതിന് ഇച്ചിരി കനക്കുറവ് ഒക്കെ പൊട്ടാതിരിക്കാനൊക്കെ ആയിട്ട് കമ്പനി ഒരു ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ആ ഫ്രെയിമോട് കൂടിയാണ് നമ്മൾ എടുത്ത് മാറ്റാൻ പോകുന്നത്. ആ ഫ്രെയിം സഹിതം എടുത്ത് മാറ്റുമ്പോൾ ഇച്ചിരി ഒരു സപ്പോർട്ടുണ്ട്. ഓക്കെ, പഴയ പാനലിന് ഫ്രെയിമൊന്നും ഇല്ല, ചുമ്മാ റബ്ബറിനകത്ത് കയറ്റിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാനലിന് ഇച്ചിരിയുടെ കനം ഉണ്ടായിരുന്നു. ഇതത്രയും കനം പോരാ. ഇതാണ് നമ്മുടെ LED. ഇത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് ഇത് കത്തുന്ന ഒന്ന് നോക്കാൻ പോവാം. നമ്മൾ പുതിയതിട്ട് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാൻ ഇത് ബോർഡ് തിരിച്ചു പിടിപ്പിക്കുന്നതാണ് നല്ലത്. ബോർഡ് തിരിച്ചു പിടിപ്പിക്കുമ്പോൾ ഇപ്പം നാളെ അഴിച്ചു വെച്ച പാനലിൻ്റെ ഒരു അതുകൂട്ട് പോയതിൻ്റെ ഒരു സ്കെയിലർ ബോർഡ് വേണം. അല്ലെങ്കിൽ പാനൽ കൊണ്ടുവന്ന് കൊടുക്കണം. അതിപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റിയല്ലോ. പാനൽ നമ്മൾ സേഫായിട്ട് ഊരി വെച്ചിരിക്കുമല്ലേ, അതുകൊണ്ട് അത് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ബോർഡ് എടുക്കാൻ പോകണം. ബോർഡ് എൻ്റെ തലയിൽ എന്താണ് വന്നത്? രണ്ട് സ്ക്രൂ ഇട്ടാൽ മതി, അധികമൊന്നും ഇടേണ്ട കാര്യമില്ല. 2 സ്ക്രൂ അതിട്ടു. ഇനി ഒരു സ്കെയിലർ ബോർഡ് എടുത്താലേ ഇത് കത്തി നിൽക്കുകയുള്ളൂ. സ്കെയിലർ ബോർഡ് ട്രെയിനോട്ട് ഈ തൊട്ട് വേറെ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബോയുടെ പാനലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇത് കണ്ടോ, ഇത് സെയിം പാനലാണ്. ആ സെയിം പാനൽ കണക്ട് ചെയ്യാവുള്ളത്, അല്ലെങ്കിൽ സെയിം പാനൽ ഇത് കണ്ടോ, സെയിം സ്കെയിലർ ബോർഡാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സ്കെയിലർ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓണായി കിടക്കുകയുള്ളൂ. എന്തെങ്കിലും ആണ് സ്കെയിലർ ബോർഡ്. ഓക്കെ, ഇനി നമുക്ക് സ്കെയിലർ ബോർഡ് അത് കണക്ട് ചെയ്തിട്ട് TV ഓണാക്കി നോക്കാം. അപ്പോൾ നമുക്ക് കത്തുന്നതൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. സ്കെയിലർ ബോർഡായിട്ട് നമ്മൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കാം. പാനൽ അവിടെ ഉണ്ടെന്നാണ് ഇപ്പോൾ TV നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പറ്റിപ്പ് പരിപാടിയാണ്. അവിടെ പാനലുണ്ട്, ഓണായി നിന്നോളാൻ പറഞ്ഞിരിക്കുകയാണ്. പാനലില്ലെങ്കിൽ ഓഫാകാൻ വേണ്ടി കമ്പനിക്കാർ ചെയ്ത പരിപാടിയാണ്. പാനലിന് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓഫാകാൻ. അപ്പം നമ്മൾ പാനൽ അവിടെ ഉണ്ട് എന്ന് കാണിച്ച് പവറിങ് ആക്കി കൊടുക്കേണ്ടി വരുമായിരിക്കും. കാണിച്ച് നമ്മൾ കത്തി ഇത് കണ്ടോ, 3 സ്ട്രിപ്പാണ് നടുക്കത്തെ പോയി കഴിഞ്ഞാൽ എല്ലാം പോവും. ഈ ഒറ്റ LED ഇവിടെ പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒറ്റ LED പോയി നിൽക്കുക. അപ്പോഴേ അതിൻ്റെ ബാലൻസിങ് തെറ്റി സെൻറ്റർ ഓഫായി, മറ്റേത് ഓഫായി. അപ്പം ഇത് മാറ്റാതെ
വേറെ ഇവിടെ കിടന്ന് എന്നെ കളിച്ചിട്ടും ഒരു കാര്യവുമില്ല. കണ്ടോ, ഡിഷ് ബാലൻസിങ് പോയി കട്ടായി. ഇനി ഓണാകത്തില്ല, കഴിഞ്ഞു. ലോക്കെല്ലാം അഴിച്ചെടുക്കാൻ പുതിയ മെക്കാനിക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ പ്ലഗ് പറിക്കുന്ന ട്യൂസർ എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് ഇവിടെ പറിക്കുന്നത്. ഈ പിരിയം പറിക്കല്ലേ ഒരു സാധനം വെച്ച്, ആ സാധനം വെച്ചാണ് ഇത് ഊരിയെടുക്കേണ്ടത്. അപ്പം അത് കൈ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് വേണം ഇതെല്ലാം ഊരി എടുക്കാൻ. പിരികം പ്ലഗ് ചെയ്ത് പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ട്യൂസർ കൊടുത്തിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. പുള്ളി പണ്ട് തൊട്ട് പിരികം പറിക്കാത്തതുകൊണ്ട് അത് ഉപയോഗിച്ചുള്ള പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പ്ലെയർ കൊടുത്തു, നോസ് പ്ലെയർ. അതാകുമ്പോൾ കുറച്ചും കൂടെ മൂക്ക പിടിച്ച് പരിചയമുള്ളതുകൊണ്ട് നോസ് പ്ലെയർ വെച്ച് ഈസി ആയിട്ട് ഊരിയെടുക്കുന്നുണ്ട്. വേണ്ടോ, സിമ്പിളായിട്ട് പോക്കാന്ന് പറയും. നല്ല ടൂള്, മര്യാദയ്ക്കുള്ള ടൂള് കൊടുത്തിട്ട് പറ്റിയില്ല. നോസ് പ്ലെയർ വെച്ച് എല്ലാ മറ്റവനെയും മറിച്ചവനെയും എല്ലാം പൊക്കുന്നുണ്ട്. ഓക്കെ, അതും പൊക്കി. എൻ്റെ അപ്പുറം ഉണ്ട്, അവനെയും കൂടെ പൊക്കിക്കോ. അന്തുമ്മ തമാശ പറഞ്ഞ ആൾക്കറിയാം ആ ട്യൂസർ ഒരു ഗുണമില്ലാത്തതായതുകൊണ്ടാണ് നോസ് പ്ലെയർ എടുക്കേണ്ടത്. നേരത്തെ പുള്ളി ഇഷ്ടം പോലെ ട്യൂസർ വെച്ച് അഴിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ വാരി കൊട്ടയ്ക്കകത്തുണ്ട്. പിന്നെ സർവീസിങ് ട്രെയിനിങ് വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരാ കേട്ടോ, എല്ലാം സർവീസ് ട്രെയിനിങ്ങുകൾ തരാം. ട്രെയിനിങ് ആവശ്യമുള്ള ഇലക്ട്രോണിക്സ് പഠിക്കൊക്കെ വല്ല പിള്ളേർ നിൽപ്പുണ്ടെങ്കിൽ വന്നാൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്നാണേലും ഈ ഫീൽഡിൽ നിൽക്കുന്നവനെല്ലാം ഓക്കെയാണ്, നല്ലപോലെ ജീവിക്കാൻ പറ്റും. പക്ഷെ പണി അറിഞ്ഞിരിക്കണം. ഇതിപ്പം 3 സ്ട്രിപ്പ് നമ്മൾ മാറുക, 3 എണ്ണം മാറണം. ഇത് കണ്ട, ഇതിനകത്ത് ഇതിൻ്റെ പുറവശത്തെ നിറം തന്നെ മാറിപ്പോയി. കണ്ട, 3ൻ്റെ നിറം മാറി. പാത്രം നിറയെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ കുറഞ്ഞു, പകുതി 4 നിറച്ചുണ്ടായിരുന്നു. ഈ മാസം തന്നെ ഇഷ്ടംപോലെ സെറ്റിന് ആവശ്യം വന്നു, അങ്ങനെ വന്നതാണ്. നമ്മളിത് പുതിയ കൂടിയ ടൈപ്പ് LED ആണ് വെച്ചെടുത്തിരിക്കുന്നത്. വൈറ്റ് ബാലൻസിങ് കറക്റ്റാണ്, ഇനി വരുത്താറായി. അപ്പം ഇതാണ് ഇതിൻ്റെ ഫുൾ കോപ്പറാണ്. ഇതിൻ്റെ അടി മൊത്തം കോപ്പറായിട്ടുള്ള സെറ്റാണ്, കാണിക്കാം. അപ്പോൾ നമ്മൾ പുതിയ സാധനം എടുത്തു. എൻ്റെ ഇൻസ്റ്റലേഷൻ ടാപ്പൊക്കെ ഒട്ടിച്ച് സേഫായിട്ട് വെച്ചിരിക്കുന്നതാണ്. 3 എണ്ണം സെറ്റായിട്ട് തന്നെയാണ് വരുന്നതും കാര്യങ്ങളുമൊക്കെ. അതുകൊണ്ട് ഇത് കളഞ്ഞു. ഇത് കണ്ടോ, 1 2 3, അത് 2 Aയും 1 Bയും ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അടി കണ്ടോ, ഇതിൻ്റെ അടി നല്ല ഇതായിട്ട് വരും. ഇതാണ്ട് പുതിയ ഇങ്ങനെ ഓടിച്ച് കാണിച്ചു. പുതിയ ഇതും പഴയതും തമ്മിലുള്ള അതിൻ്റെ ബാക്ക് സൈഡത്തെ കോപ്പറിൻ്റെ ഇത് നോക്ക്, കോപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല LED ആണ്. അത് കിടന്നതിനേക്കാളും നല്ല LED ആണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. പഴയത് ഇവിടെ കത്തി കളറെല്ലാം മാറി ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. അത് PCB മാത്രമേ ഉള്ളൂ. PCB ചെയ്ത് കോട്ടിങ് കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ 14-ാം തീയതിയാണ്. ഞാൻ ആ ഡേറ്റും കൂടി ഇട്ട് വിട്ടേക്കാണ്. പിന്നീടൊക്കെ എന്തെങ്കിലും 14/12/2024. അപ്പോൾ എല്ലാത്തിനും കൂടെ നമ്മൾ ഡേറ്റ് ഇട്ട് വിടുവാണെങ്കിൽ 14/12/24. ഇതിലും 14/12/24 ഡേറ്റ് ഇട്ടു. അപ്പോൾ നമ്മൾ ഇനി പുതിയ സാധനം ഫിക്സ് ചെയ്യാണ്. പഴയവനെ പൊക്കം വിടുകയാണ്. പുറം മൊത്തം കോപ്പർ കോട്ടിംഗ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള സെറ്റാണ്. ഇതിൻ്റെ കണക്ഷനൊക്കെ ഇതെല്ലാം നല്ല പിന്നെ സോൾഡറിങ് ഉള്ള ടൈപ്പാണ്. ഇത് നമ്മൾ കണക്ഷൻസ് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി റെഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് A ഇട്ടു. ലോക്കിലേക്ക് എൻ്റെ കറക്റ്റാണ് ലോക്ക്.
പിന്നെ ബി ഇട്ടു, കറക്റ്റാണ്, ഒറിജിനൽ സാധനമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വീണ്ടും എ ഇട്ടു, A, B, A ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇനി അടുത്ത എ ഇട്ടു, അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ടി വി ഓണാക്കി നോക്കാം. ടി വി ഇപ്പോൾ ഓണാക്കി തന്നെ കിടന്നിരുന്നത്. എൻ്റെ LED കൊടുത്തു, ഇനി എൻ്റെ സ്വിച്ച് പിടിച്ച് ഞെക്കി വിട്ടാൽ മതി, ഓണായിക്കോളും. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം നമ്മുടെ പുതിയ LED എങ്ങനെ കത്തുന്നെന്ന്. കത്തിക്കഴിഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഇതുണ്ടോ, ഇതിൻ്റെ വൈറ്റ്നസ് കണ്ടോ, നല്ല പക്ക വൈറ്റ് ബാലൻസിങ് LED, ഒറിജിനൽ LED. മറ്റേയൊക്കെ കളർ ചേഞ്ച് ആയി കഴിഞ്ഞു, കുറേ വർക്ക് ചെയ്ത്. ഇപ്പോൾ പുതിയത് ഇട്ട് കഴിഞ്ഞ് കറക്റ്റ് വൈറ്റ് LED ആണ്. ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ കറക്റ്റ് കാണാം. ആ കളറിൻ്റെ വൈറ്റ് ബാലൻസിങ് എത്ര കറക്റ്റാണെന്ന് കണ്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ നോക്കണം, ഇതിന് വല്ല ലൂസുണ്ടോ, എന്തെങ്കിലും കണക്ഷന് വല്ല ലൂസുണ്ടോ കയറ്റിയിട്ടിരിക്കുന്നത്. ടൈറ്റ് കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു 10-20 മിനിറ്റ് ഇത് കത്തിക്കിടക്കട്ടെ. ഇനി LED എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റോ കാര്യങ്ങളോ എന്ത് സാധനമാണേലും നമ്മളൊന്ന് നോക്കണമല്ലോ. അങ്ങനെ 10 മിനിറ്റ് കത്തിക്കിടക്കട്ടെ. അപ്പോൾ അങ്ങനെ 10 മിനിറ്റിന് നമ്മൾ അരമണിക്കൂർ കത്തിച്ചിട്ടു, ഒരു കുഴപ്പമില്ല. നല്ല പക്ക വൈറ്റ്, നല്ല കിടുക്കാച്ചി LED. നമ്മൾ LED ഒറിജിനൽ നല്ലത് മേടിച്ചിരുന്നതിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അത് കിട്ടുമ്പോൾ നമ്മൾ നല്ലത് നോക്കി കിട്ടുമ്പോൾ മേടിച്ചിട്ടോണം. അതാണ് അതിൻ്റെ ഒരു സംഗതി. LED മണ്ടയിലോട്ട് വരുന്ന നമ്മളിങ്ങനെ കൈ വെച്ച് ഓരോന്നും എടുത്ത് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ലോക്കും മൊത്തം ഇടണം. ലോക്ക് കറക്റ്റ് LED ആണ്, നേരെ ലോക്കെല്ലാം വീണോളും. ഇവിടെ ഒരു സാധനമുണ്ട്, അതും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ വീഴത്തുള്ളൂ. ഈ നടുക്കത്തെ ആ സാധനം ഞാൻ പൊങ്ങി വരാതിരിക്കാനുള്ളൊരു ബ്ലോക്കാണ്. അത് നമ്മൾ കറക്റ്റ് വീണെന്ന് കൺഫേം ചെയ്യണം. എല്ലാം കൃത്യമായിട്ട് എല്ലാ ലോക്കും ഇട്ടിട്ടു. എല്ലാ ലോക്കും ഒന്ന് കാണിച്ചു തരാം. എല്ലാ ലോക്കും കൃത്യമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റുകളൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പിടിച്ചു വിടുന്നല്ല. എന്നാൽ അതിൻ്റെ അടിയിലോട്ട് കിടക്കാതെ അതിൻ്റെ മണ്ടയിലോട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഷെയ്ഡോ കാര്യങ്ങളൊന്നും വരികയില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും. ലൈറ്റിലൊന്ന് പിടിച്ചു വിടുന്നല്ല. ഈ വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഷീറ്റോ വല്ല പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യണം. നമ്മൾ കത്തിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമല്ലോ. എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ 1 മണിക്കൂറങ്ങ് കിടന്നോട്ടെ. നമ്മളിത് കസ്റ്റമർക്ക് കൊടുത്ത് വിട്ട് കഴിഞ്ഞ് എററൊന്നും കാണിക്കത്തില്ലല്ലോ. പിന്നെ ഈ LED തന്നെ ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരുടെ നിന്നാണ് മേടിക്കാറ്.
കമ്പനിയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയാലും അവിടെ നിന്നും മേടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറില്ല. ചെറിയ ലാഭം നോക്കി തല്ലിപ്പള്ളി സാധനം മേടിച്ചിടുമ്പോഴാണ് കുഴപ്പം. LED പാനലിൻ്റെ മുകളിൽ ഒരു ഷീറ്റുണ്ട്, ഇതൊരു ഷീറ്റ്, മുകളിൽ വേറെ ഷീറ്റുണ്ട്. എല്ലാം അത് നല്ല കൃത്യമായിട്ട് വീഴണം. കട്ടിയുള്ള ഷീറ്റായിരിക്കും. അത് കൃത്യം വീണില്ലെങ്കിൽ ഫാനിൽ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുകയില്ല. അല്ല, ഈ സാധനം ഏറ്റവും അടിയിലുള്ള സാധനം ഏറ്റവും മണ്ടയിലേക്ക് പോകണം. ഇതുണ്ട് ഇവിടെ, ഇതിനകത്ത് വന്ന് ഇറങ്ങണം. അത് നമ്മളെപ്പോഴും കറക്റ്റ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതിനകത്തിപ്പോൾ നമ്മൾ ആ ബോർഡ് വെച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് പാനലിറക്കുക. അപ്പോൾ ബോർഡ് ഇച്ചിരി പുറത്തേക്ക് തള്ളി വന്ന് വെച്ചാൽ വൃത്തിയായിട്ടെല്ലാം നോക്കാൻ പറ്റും. പിടിച്ചും കയറ്റി വെച്ചാൽ ഒക്കത്തില്ല. അത് കറക്റ്റായിട്ട് ലെവൽ വെച്ചിട്ട് വേണം എല്ലാം കയറിയോന്നെല്ലാം നല്ല ഉറപ്പ് വന്നിട്ട് വേണം ഇതെടുത്തിടാൻ. ഫ്രെയിം ഉള്ളതുകൊണ്ട് നമുക്കൊത്തിരി ഗുണമുണ്ട്. ഇനിയിപ്പം അതിനകത്ത് പൂപ്പൽ നമ്മൾ അടിയിലൊരു അതൊക്കെ ഫുൾ പാക്ക് ചെയ്തിട്ടേ പൂക്കാവുള്ളൂ. അകത്ത് പൂപ്പലൊന്നും വരാൻ വഴിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് ചെയ്യുന്ന ആ സ്കെയിലർ ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന സ്കെയിലറിനെ ഊരിക്കളയണം. എങ്കിലേ നമുക്ക് ഈ സാധനത്തിനെ അവിടെ വെക്കാൻ പറ്റുള്ളൂ. ഇത് ഫ്രെയിം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. ഓക്കെ, ഇത് ഫ്രെയിമുള്ള മോഡലായതുകൊണ്ട് കൃത്യമായിട്ട് എടുത്തു വെക്കണം. എടുത്തു വെച്ചു. ഇനി നമുക്ക് 3 ലോക്കുകൾ ഇടാനുണ്ട്. ഒന്ന് ഇവിടുത്തെ ലോക്ക്, മൂലയെല്ലാം കൃത്യമാണോ എന്ന് നോക്കണം. ഈ ലോക്ക് വീണു. ഈ മൂല ഒന്ന് പൊങ്ങി നിൽപ്പിട്ടില്ലോ എന്ന് നോക്കണം. പൊങ്ങി നിൽക്കില്ല. ഈ പുറയിലത്തെ ബോർഡ് അഴിച്ചു മാറ്റിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ ലോക്ക് വീണു. ഇനി നമുക്ക് മുറുക്കാനുള്ള ഒരാളുണ്ട്, അയാളെയും കൂടെ നമ്മൾ മുറുക്കുവാണ്. പിന്നെ നമുക്കിനി മുറുക്കാനുള്ള ഈ ബോർഡാണ്, ഈ PCB. ഇത് നമ്മൾ മുറുക്കുകയാണ്. ഇത് മുറുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ സേഫായിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്ന നല്ലതാണ്. കാരണം അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് സപ്പോർട്ട് കൊടുത്തോണ്ട് വേണം ഇത് മുറുക്കാൻ. അല്ലാതെ അവിടെ മുറുക്കിയാൽ പാനലിന് വളവ് വരാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പാനലിന് അല്പമെങ്കിലും വളവ് വന്നാൽ അത് പൊട്ടിപ്പോവും. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പ്രഷർ കൊടുത്തോണ്ട ഇത് മുറുക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അതിൻ്റെ ഈ 2 ലോക്ക് ഇട്ടു, ഇത് വിട്ടു. ഇനി നമുക്ക് പാനലിൻ്റെ ഫ്രണ്ട് എടുത്തിടാം. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം തോന്നിയാലും ഇങ്ങനെയുള്ള സമയത്ത് ക്ലീൻ ചെയ്യാതിരിക്കാൻ നല്ല. നമുക്ക് ഫ്രെയിമൊക്കെ ഇട്ട് പാനലിനെ ഒന്ന് ബലപ്പെടുത്തിയതിന് ശേഷമേ ക്ലീനിങ്ങിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ അപകടമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ലോക്കെല്ലാം വീണു. ഇനി നമുക്ക് കണക്ഷൻ കൊടുത്താൽ മതി. എല്ലാ ലോക്കും വീണോന്ന് ഈ സൈഡിൽ കൂടെ നോക്കുക. നോക്കിയതിന് ശേഷം നമ്മുടെ ഇത് കൊടുക്കുന്നതിന് മുമ്പേ ഒന്ന് അഴിച്ചെടുക്കുമായിരിക്കും കുറച്ച് ബെറ്റർ. ഭംഗിയായിട്ട് അഴിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇത് തന്നെ അവിടെ ഒട്ടിച്ച് പാനലിൻ്റെ ആ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാക്ക് ലൈറ്റിൻ്റെ കൊടുത്തു. ഇനി നമുക്ക് ബോർഡിലെ
ഒന്നുകൊണ്ട് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ബോർഡ് അവിടെ മര്യാദയ്ക്ക് ഇരുന്നോളൂ. മുമ്പിട്ട പോലെ ഇടുക. പിന്നെ നമ്മളൊരു ഇവിടുന്നൊരു കുഞ്ഞ് സ്ക്രൂവിനെ എടുത്തായിരുന്നു. ഒരു കുഞ്ഞ് സ്ക്രൂ ഇവിടുത്തെ ഈ ഫ്രണ്ട് പാനലും ബാക്ക് പാനലും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അത് ആ സ്ക്രൂ മാറാതെ നീളം കുറഞ്ഞ സ്ക്രൂ ആണ്. അല്ലാതെ മാറ്റിയിട്ട സ്ക്രൂ മാറ്റിയിട്ട അതിൻ്റെ പ്ലാസ്റ്റിക് കണ്ടൻറ്റ് പൊട്ടിപ്പോവും, അതിൻ്റെ ഇത് പോവും. എന്നാണ് നമുക്കൊന്ന് നമ്മളൊരു സമാധാനത്തിന് നമുക്കിതിനെ ഒന്ന് അത് എന്നതിനെ കുത്തി വെച്ച ഗ്ലൂഗൺ കുത്തിയിരിക്കുകയായിരുന്നു. അത് ഉരുകി അവിടെ ഓണാവുമെന്ന് നോക്കാനാ. അപ്പോൾ കറണ്ട് കുത്തി ഇപ്പം എൻ്റെ ഓക്കെയാണ് സംഗതി എത്തും. ഓക്കെ, ഓണായി നിന്നല്ലോ, നിന്ന് പോലായിരുന്നു. ഇനി നമുക്ക് ബാക്കി സ്പീക്കർ മറ്റു കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാം. പിന്നെ ഒരാളും കൂടെ കണക്ട് ചെയ്യാറുണ്ട്, മറന്നു പോകല്ല. ആ സ്പീക്കർ ഐറ്റം എല്ലാം ഞെടുത്തു ഇവിടെ ഇട്ടോളൂ. സ്പീക്കറുകൾ വെക്കട്ടെ. സ്പീക്കറുകൾ പൊങ്ങി വരാൻ പാടില്ല, താഴ്ന്നു പോകണം. അപ്പം സ്പീക്കറുകൾ വെച്ചു. ഇനി ഇതിൻ്റെ ഒരു കണക്ഷൻ ഫ്രണ്ടിലേക്കുണ്ട്, അത് മറക്കരുത്. നമ്മുടെ സെൻസറിൻ്റെ കണക്ഷനാണ്. അത് മറന്ന് മുഴുവൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ വീണ്ടും സെറ്റിലായിരിക്കേണ്ടി വരും. സെൻസറിൻ്റെ കണക്ഷൻ കൊടുത്തു. ആ കണക്ഷൻ പ്രോപ്പറായെന്നറിയാൻ സെറ്റ് ഒന്നുകൂടെ ഓണാക്കി നോക്കാം. പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് അറിയാം. അപ്പം പച്ച ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറാണ്. ഇവിടെ നമുക്ക് ഓണാക്കി നോക്കുകയാണ്. സെറ്റ് പച്ച ലൈറ്റ് കത്തിയില്ലോ. ഇതാണ്ടേ പച്ച ലൈറ്റ് ഒന്ന് കാണിച്ച്. ഇവിടെ വേണ്ട, കണ്ടോ പച്ച ലൈറ്റ്? കണ്ടോ മൊബൈലിൽ? കണ്ട അപ്പോൾ സെറ്റ്. ഇനി സെൻസർ വർക്കിംഗ് ആയെന്ന് പറയാം. ഓക്കെ, സെൻസറും വർക്കിംഗ് ആണ്, എല്ലാം ഓക്കെയാണ്. പിന്നെ ഞാൻ ഫോട്ടോ ഇടാം. ഓക്കെ, ഒന്നുമില്ല. ഇതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളു. അതിന് നമുക്ക് അവസാനം ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാം. തകര് ഫിറ്റ് ചെയ്യാനുണ്ട്, അതിവിടെ ഉണ്ട്. അത് ഈ അടിയിലത്തെ സ്റ്റാൻഡ്, മേശപ്പുറത്ത് സ്റ്റാൻഡ് വെക്കുന്നുണ്ട്, വേണ്ട ഒരു കൈയാണത്. അപ്പോൾ അതിന് 2 സ്ക്രൂ ഉണ്ട്. അതിന് 2 സ്ക്രൂ ഉണ്ട്. അടുത്തത് ഒരു ചെറിയ അബദ്ധം പറ്റി. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുറുക്കുമ്പോൾ ചില സ്പീഡ് കുറഞ്ഞ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എപ്പോഴും സ്പീഡാണ്, ഇതിനൊരു ഇച്ചിരി സ്പീഡ് കുറവാണ്. അപ്പോൾ അത് നല്ല ടൈറ്റായിക്കോളും. പിന്നെ അതിൻ്റെ ലോഡ് ഇതൊട്ടി സ്പീക്കർ ഇട്ട് കാണിച്ച് ഇനി കവറിട്ടാൽ മതി. ആ ബ്രഷ് ഒന്ന് എടുത്താലോ. ഇച്ചിരി പൊടി തുറച്ചേക്കാം. ആ ബ്രഷ് ഇഞ്ഞെടുത്തു. ഒരു ഇത് കണ്ടോ, ഒരു സ്പെഷ്യൽ മെറ്റൽ സ്ക്രൂ ഉണ്ട്. അതിവിടെ മെറ്റലിലേക്ക് ഇടേണ്ട ഇതാണ്. ഇവിടെയാണ് സ്പെഷ്യൽ മെറ്റൽ സ്ക്രൂ. അത്
കറക്റ്റ്. കവറിട്ടു. ലോക്കുകളെല്ലാം കറക്റ്റ് വീണമെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ആദ്യം ഈ സ്ക്രൂ ഇടുക. ഇത് മദർ ബോർഡ് കൂട്ടി ഇതിലോട്ടുള്ള ഒരു സ്ക്രൂ ആണ്. ലോക്ക് ചെയ്യണം. ഇതിനെ കൊണ്ട് വേസ്റ്റ് കളഞ്ഞേക്കാം. ഇതൊന്നും കൊണ്ട് ഒരു പ്രയോജനമില്ല. വല്ല കുറ്റവും പറയാനുണ്ടോ എന്ന് ഞാൻ നോക്കുവാണ്. കുറ്റമൊന്നും പറയാനില്ല, ഇതെല്ലാം കറക്റ്റാണ്. ഇനി ക്ലീൻ ചെയ്യത്തേ ഉള്ളൂ. ക്ലീൻ ചെയ്ത് ചെയ്യാനുള്ള തുണിയും കാര്യങ്ങളും താഴെയുള്ളൂ, ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ വാൾ സ്റ്റാൻഡിലിരുന്ന സെറ്റാണിത്. അതുകൊണ്ട് എൻ്റെ വാൾ സ്റ്റാൻഡോടെ ഫിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ഫിനിഷിങ് വാൾ സ്റ്റാൻഡോടെ ചെയ്തേക്കാം. അവിടെ ഇട്ടേക്കാം. അവിടെ ഇട്ട് കൊടുത്താൽ മതി. സ്കൂട്ടർ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് മുറുക്കി പഠിച്ചവർക്ക് എന്നാ മിഷൻ വെച്ച് വർക്ക് ചെയ്യാലും നമുക്കൊരു ഉറപ്പ് വരികയില്ല. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ മുറുക്കി ഒരു ഉറപ്പ് വരുത്തിയിട്ട് ഫിനിഷ് ആവുള്ളൂ. ഇതുകൊണ്ട് എല്ലാം ഒന്നും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് തക്കാലം ഇവിടെ വർക്ക് തീർന്നു. ഇനി നമുക്ക് ക്ലീനിങ് വീഡിയോ എല്ലാം നോക്കാം. ചെറിയ നനവുള്ള തുണി വെച്ചേ തുടയ്ക്കാവുള്ളൂ. തുടച്ചാലും ഇങ്ങനെ വെക്കാവുള്ളൂ. പ്രഷറൊന്നും കൊടുത്തേക്കല്ല. പോക്കറ്റിലൊന്നും വെച്ചോണ്ടിരുന്ന് തുടച്ചേക്കല്ല. പോക്കറ്റിൽ നിന്ന് മൊബൈലോ പേഴ്സോ ഒക്കെ താഴെ പോയാൽ പൊട്ടാനത് മതി. ഇങ്ങനെ പതുക്കെ സ്ലോവിലി ഇപ്പോൾ ഉണ്ടായ പിള്ളേരെ എങ്ങനെ തൊടുവോ അതുപോലെ വേണം ഇത് തൊടാൻ. എൻ്റെ കോർണറിലൊക്കെ പൂപ്പലുള്ളതും നടുക്ക് പാനലിലുള്ളതും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഉണങ്ങി ഒരു സൈഡ് ഉണങ്ങിയത് വെച്ച് നല്ല സോഫ്റ്റ് ബനിയനോ ഇത് ടർക്കിയ വെച്ച് തുടച്ച് എടുത്താൽ മതി. ഇതുപോലെ പോയി. ഇനിയിപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ കൂടും. നിങ്ങളോട് തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് ചോദിച്ച ഇതിനുള്ള പരിഹാരം നിങ്ങളെ പറഞ്ഞു തരുമെന്ന അവള് പറഞ്ഞ്
ഈ വേദനയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം.